ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ തന്നെയാണ് മലേഷ്യയിലെ. കാരണം അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് പറയേണ്ടത് ഇതിൻ്റെ മിനാരം. ഈ മിനാരം 3 മിനാരം എന്ന് പറയുന്നത് കംപ്ലീറ്റ് കോപ്പറിലാണ് അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ബ്രിട്ടീഷുകാർ, അതായത് ബ്രിട്ടീഷ് കോളനൈസർ വന്ന് കംപ്ലീറ്റ് ചെയ്ത ബിൽഡിങ്ങാണ്. അവർ പണി കഴിപ്പിച്ചതാണ്. അവരുടെ ഓഫീസും കാര്യങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടി അവർ കംപ്ലീറ്റ് ചെയ്ത ബിൽഡിങ്ങാണിത്. പിന്നീട് മലേഷ്യക്ക് ഏറ്റെടുക്കുകയും കുറച്ച് അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്തിട്ട് അവരുടെ ഓഫീസും അതുപോലെ തന്നെ ചില അത്യാവശ്യം വലിയ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നതും പിന്നെ ചെറിയൊരു മ്യൂസിയം കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഉണ്ട്. മീൻസ് ഇതിൻ്റെ അകത്തൊരു ഹെറിറ്റേജ് പോലെ ഉണ്ട്, ഒരു മ്യൂസിയം പോലെ. അതിൻ്റെ അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഉണ്ട്. അതിൽ നോർമൽ, അതായത് മലേഷ്യൻ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ 18, അല്ല മലേഷ്യൻ അല്ല ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 40 റിങ്കറ്റുമാണ് ഇവിടുത്തെ റേറ്റ് വരുന്നത്. സോ ഇപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം ഒരെണ്ണമുണ്ട്. അതായത് ഇവിടുത്തെ മലേഷ്യൻ ഹിസ്റ്ററി തന്നെ കംപ്ലീറ്റ് ഇവരുടെ ഡ്രസ്സിങ് കൾച്ചറും അങ്ങനെയുള്ളത് പല ആൾക്കാരുണ്ട്, പല ട്രൈബ്സ് ഉണ്ട്. അപ്പോൾ പല ട്രൈബ്സിൻ്റെ പല സ്റ്റൈൽസും കാര്യങ്ങളും പണ്ട് തൊട്ടേ ഉള്ളത് വെച്ച് കാണിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അതാണ് നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം. അതാണ് ആ കാണുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിൽ കാണുന്നത് 90s പണി കഴിപ്പിച്ച ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. നോർമൽ താമസ സ്ഥലം തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് പേർഷ്യൻകാർ വന്നിട്ട് ഒരു മുസ്ലിം ആർക്കിടെക്ചർ വെച്ച് പണിത ഒരു ബിൽഡിംഗ് ആണ്. സോ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഫ്ലാഗ് പോൾ, ഇത് മലേഷ്യയിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഫ്ലാഗ് പോളാണിത്. പിന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റിന് ഫോട്ടോ എടുക്കാനും കുറച്ച് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ യാണ് എൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ മെയിൻ മെട്രോ സ്റ്റേഷനുണ്ട്, മസ്ജിദ് ജാമിക്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 400 മീറ്റർ നമുക്ക് നടക്കാനൊക്കെ സ്റ്റേ കാണത്തുള്ളൂ ഈ ലൊക്കേഷനിലോട്ട്. ഈ ലൊക്കേഷനിൽ വന്ന് 3-4 ടൂറിസ്റ്റ് പ്ലേസസ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കവർ ചെയ്യാൻ പറ്റും.